ഇവിടം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നാം വിശേഷിപ്പിക്കുന്ന കേരളം. ഈ പുഴകളും പൂവും മരവും തണലുമൊക്കെയാകാം ഈ വിശേഷണത്തിന് അർഹമാക്കി മാറ്റുന്നത്. ദൈവത്തിൻ്റെ സ്നേഹസ്പർശത്താൽ പുളകിതമായ പുണ്യഭൂമി. ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി കവി മോഹിക്കുന്നതിൽ എന്തു തെറ്റ്? എന്നാൽ ഇന്നോ നഗരവൽക്കരണവും ആധുനികതയുമൊക്കെ കടന്നു വന്നതോടെ അവൻ നിൽക്കുന്നിടം തന്നെ കുഴിച്ചു. അതോടെ തുടങ്ങുകയായി പ്രശ്നങ്ങളുടെ തേരോട്ടം. വയൽ നികത്തലും മലിനീകരണവും വനനശീകരണവുമൊക്കെ വ്യാപകമായി. ഫലമോ മനുഷ്യരാശിയുടെ തകർച്ചയും. കൃത്യമായി വന്നെത്തിയ ഋതുഭേദങ്ങൾ രംഗം മറന്നെത്തി. ഉരുക്കിക്കൊല്ലുന്ന ചൂടും ജലക്ഷാമവും മലയാളിയെ കാർന്നു തിന്നും. മലയാളി ഇന്നോളം അറിയാത്ത ചൂടാണ് ഇപ്പോഴറിയുന്നത്. പ്രകൃതിയുടെ ശാപമെന്ന കണക്കെ സൂര്യൻ കത്തിപ്പടരുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും ഈ തോത് കൂടി വരുന്നു. സൂര്യനാളിക്കത്തുന്നതോടെ ഭൂമിയിലെ ശേഷിക്കുന്ന ജലാംശം കൂടി ശൂന്യമാകുന്നു. വറ്റിവരണ്ട പാടവും ഇലപൊഴിഞ്ഞ മരങ്ങളും മലയാളിയുടെ മനസ്സുപോലെ നീളുന്ന കാഴ്ചയാവുന്നു. കിണറും നദിയുമൊക്കെ വറ്റിവരണ്ട് മനുഷ്യനെ പരിഹസിച്ച് നോക്കിത്തുടങ്ങി. എന്തായാൽ തന്നെയും ജലക്ഷാമം തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. കുടിക്കാനും കുളിക്കാനും വെള്ളമില്ലാതെ നാം അസ്വസ്ഥരാകുമ്പോഴും ഈ കാഴ്ചയൊന്ന് കാണുക. വെള്ളമില്ലാതെ നെട്ടോട്ടമോടുമ്പോഴും നമ്മുടെ ജലസ്രോതസ്സുകളെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കാൻ കഴിയാത്തതിൽ പറയാൻ നമുക്കെന്ത് ന്യായം? വേനലാളിക്കത്തുന്നതോടെ കാട്ടുതീയും പടർന്നു പിടിക്കാൻ തുടങ്ങുന്നു. ചൂട് കൂടുമ്പോൾ കാട് വിട്ട് വന്യജീവികളും നാട്ടിലേക്ക്. പേടിക്കേണ്ട, പാവം അവരറിയുന്നില്ലല്ലോ അതിലും വലിയ ചൂടാണിവിടുന്ന്. വൈദ്യുതിയുടെ ഉപഭോഗം ഏറ്റവും കുറച്ചു വേണ്ട കാലമാണിത്. പക്ഷേ ഫാനും എസിയും ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ? ശാന്ത എന്ന കവിതയിലൂടെ കടമനിട്ട സൃഷ്ടിച്ച കാവ്യലോകം തന്നെയല്ലേ നാം ഇന്ന് കാണുന്നത്. വറ്റിയ കിണറുകൾ, പുഴകൾ, ആരോരുമില്ലാത്ത കടവത്ത് ആരെയൊക്കെയോ കാത്തിരിക്കുന്ന കടത്തുകാരൻ, അവൻ്റെ ഏകാന്ത നിമിഷങ്ങൾ. നമ്മുടെ കിണറും വറ്റിയോ? എല്ലാ കിണറും വറ്റിയിരിക്കുന്നു. കുളവും കൈത്തോടും പുഴയും വറ്റിയിരിക്കുന്നു. കടവിൽ കയറ്റി വച്ചിരിക്കുന്ന കടത്തുവള്ളത്തിൻ്റെ പിരിഞ്ഞ അമരത്ത് ഒന്നും ചെയ്യാനില്ലാതെ മുട്ടിനടിയിൽ തല തിരുകിയിരിക്കുന്ന കടത്തുകാരനെ ഞാൻ കണ്ടു. നദിക്കരയിലെ വരണ്ട ആണലിൻ്റെ മുനകളിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കിക്കിടന്നു. തലപൊക്കി കുശലം ചോദിക്കാൻ അവൻ മറന്നുപോയിരിക്കുന്നു. തൊഴിൽ മേഖലയെയും വേനൽ ചൂട് വല്ലാതെ തളർത്തിക്കളയുന്നു. എല്ലുമുറിയെ പണിയെടുത്ത് ഈ ചൂടിനെ നേരിടുന്നവനോ ഫലം സൂര്യാഘാതം. ഈ കൊടും ചൂടിൽ ശരീരത്തിൽ നിന്നും ജലാംശം നഷ്ടപ്പെടുന്നത് തന്നെ ഈ പൊള്ളലിന് കാരണം. പരമാവധി ശീതളപാനീയങ്ങൾ കുടിച്ചുകൊണ്ട് ശരീരത്തിലെ ജലാംശത്തെ നിലനിർത്താൻ നമുക്കാകണം എന്ന് സാരം. മനുഷ്യൻ്റെ വിവേചനരഹിതമായ ഇടപെടലുകൾ രൂക്ഷമാകുന്നതോടെ ഭൂമി ആശങ്കാവഹമായ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ഓസോൺ പാളിയിലെ വിള്ളലും മറ്റും കൂടുതൽ തെളിയുന്നതോടെ ഭൂമി വെന്തുരുകും. ഒന്നോർക്കുക, ഇങ്ങനെ പോയാൽ വരും വർഷങ്ങളിൽ ചൂടിൻ്റെ അളവ് ഇതിലും ഭയാനകമാവും. ഇനിയൊരു ജന്മം ഭൂമിയിൽ വേണ്ട എന്ന് ഏതെങ്കിലും കവി പാടും മുൻപ് ഒരു നല്ല നാളേക്കായി നമുക്ക് തണൽ വിരിക്കാം. മാലിന്യമില്ലാത്ത, വിളർച്ചയില്ലാത്ത ഒരു ദൈവത്തിൻ്റെ സ്വന്തം നാടിനായി.